നമസ്കാരം. നമസ്കാരം. പേരെന്തായിരുന്നു ചേട്ടാ? അലക്സ്. ചേട്ടാ, ഇപ്പോൾ ഈ മുനമ്പ സമരം വീണ്ടും ശക്തി പ്രാപിക്കാൻ പോവുകയാണോ? നിങ്ങൾ അതിന്റെ ഒരു തയ്യാറെടുപ്പിലാണോ? അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്? അതെ 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 അതായത് കുറെ നാളുകളായിട്ട് മുനമ്പം സമരം അത് നിങ്ങൾക്കറിയാം, അത് വലിയ വലിയ വിവാദമായ ഒരു സമരമാണ്. അത് മുനമ്പൻ നിവാസികൾ അതിൽ ഒരുപാട് കഷ്ടപ്പെടുന്നുമുണ്ട്. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് അതൊരു തണുപ്പൻ മട്ടിലാണ്. സർക്കാരുകൾ മാറി, അങ്ങനെ അതിൻ്റെ നിയമ ഭേദഗതിയൊക്കെ പാർലമെന്റ് പാസ്സാക്കി. അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് മന്ദഗതിയിലാണ് കാര്യങ്ങളൊക്കെ. അപ്പം ഞങ്ങൾ അത് ഒന്നുകൂടി അത് ഒരു സമരം പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ പള്ളി കോമ്പൗണ്ടിൽ ഒരു 100 പരിസരവാസികൾക്ക് ബാഗും കുടയും, കുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായത്തിനായിട്ട് ബാഗും കുടയും നൽകിയിട്ടുണ്ട്. വളരെ വലിയൊരു ജനക്കൂട്ടമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒരു 6 മണിക്ക് ഒരു പന്തം കൊളുത്തി പ്രകടനം പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഇപ്പോൾ ഈ എന്തെങ്കിലും പ്രതീക്ഷ UDF സർക്കാരിലുണ്ടോ? ഈ സർക്കാർ വന്ന ഉടൻ തന്നെ മുനമ്പൻ ജനതക്കിട്ട് പണി കൊടുക്കുന്ന തരത്തിലേക്കുള്ള ഒരു നയമാണല്ലോ നടന്നിരിക്കുന്നത്. അത് സർക്കാർ തുടരുമോ എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? ഇത് ഇപ്പോൾ UDF സർക്കാരിൻ്റെ മധുവിധ കാലമാണ്. അതായത് ഞങ്ങൾ വലിയ പ്രതീക്ഷയൊന്നും പുതിയ സർക്കാരിൽ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇപ്പോൾ അവർ കയറിയ ഉടനെ തന്നെ മറ്റേ അവരെ പോർട്ടലിലേക്ക് ഇത് വഖഫ് ഭൂമിയായിട്ട് മുനമ്പത്തെ ഈ തർക്ക ഭൂമികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ പോയി അനിയൻ വന്നു എന്നല്ലാതെ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഇതിലൊരു പ്രത്യാശയൊന്നും കിട്ടുന്ന ഒരു വകുപ്പൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ജനകീയ സർക്കാരാണ്. ജനകീയ സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളേണ്ടതാണ്. പക്ഷേ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കുമെന്ന് പറഞ്ഞ് കൊട്ടിഘോഷിച്ച VD സതീശൻ ഇപ്പോൾ അധികാരം കിട്ടി 1 മാസമായിട്ടും വളരെ വലിയ ഒരു ഭൂരിപക്ഷത്തിലാണ് UDF ഗവൺമെന്റ് അധികാരത്തിൽ കയറിയത്. പക്ഷേ അധികാരത്തിൽ കയറിയിട്ടും നമുക്ക് പ്രത്യാശയ്ക്ക് ഒരു വകയില്ല ഇതുവരെ. അപ്പോൾ ഈ തുടർന്നുള്ള ഒരു സമയങ്ങളിൽ സമരം ശക്തമാക്കി സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുക, അല്ലെങ്കിൽ ആ ഒരു സമ്മർദ്ദം ചെലുത്തി മാത്രമേ നമ്മുടെ ഒരു നേട്ടം കൈവരിക്കാൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ടോ? ഒരു സർക്കാരിനെയും പ്രതിസന്ധിയിലാക്കാനായിട്ട് മുനമ്പത്തെ ജനത ആഗ്രഹിക്കുന്നില്ല. മുനമ്പത്തെ ജനതയ്ക്ക് വേണ്ടത് ഇവിടുത്തെ അവരുടെ റവന്യൂ അവകാശങ്ങൾ. അതായത് നിങ്ങൾക്കറിയാം, കരമടയ്ക്കാൻ പറ്റുന്നില്ല, അവരുടെ റവന്യൂ അധികാരങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടിയിട്ടില്ല. അപ്പോൾ അത് പുനഃസ്ഥാപിച്ച് കിട്ടാനുള്ള സമരം മാത്രമാണ്. ഞങ്ങൾ ആർക്കും എതിരല്ല. മുനമ്പം ജനത ഒരു സർക്കാരിനും എതിരല്ല, ഒരു സർക്കാരിനും പ്രതിസന്ധിയിലാക്കാനും ഉദ്ദേശിക്കുന്നില്ല. അവർ ഇപ്പോൾ രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും ഉള്ള പോലെ തന്നെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടണം. അതിനുള്ള സമരമാണ്. അതാണ് ലക്ഷ്യം. അവസാനം വരെ അതിനുവേണ്ടി പോരാടും. അത് അവസാനം വരെ പോരാടും. ഈ ജനങ്ങളെ സംഘടിപ്പിക്കുന്നതിനായിട്ട് നിങ്ങളുടെ മുൻനിര പോരാളികൾ വീണ്ടും ഒരിക്കൽ കൂടി ഇറങ്ങുന്നുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും സജീവമായിട്ട് അതിന്റെ മുന്നിൽ നിൽക്കുന്ന ആൾക്കാർ. ഇപ്പോൾ ഫിലിപ്പേട്ടനാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു നേതാവ്. പിന്നെ ഇവിടുത്തെ വാർഡ് കൗൺസിലർ അഗസ്റ്റിൻ കുഞ്ഞുമോൻ, അങ്ങനെ എല്ലാവരും ഇതിന് മുൻനിരയിലുണ്ട്. ഇവിടുത്തെ എല്ലാവരും തോളോട് തോൾ ചേർന്നാണ് ഈ സമരത്തെ നയിക്കുന്നത്. ഇത് സാധാരണക്കാരൊരു സമരമാണ്. ഇപ്പോൾ രാജ്യത്ത് പല സ്ഥലങ്ങളിലും പല സമരങ്ങളും നടന്നിട്ടുണ്ട്. അതിനേക്കാൾ രൂക്ഷമായ ഒരു സമരമാണ്. ഒരു 40-50 വർഷത്തോളം പഴക്കമുള്ള ഒരു പ്രശ്നമാണിത്. ഇത് ഒരു മാറി മാറി വന്ന ഒരു സർക്കാരും ഇതിൽ തൊടാതെ, ഇതിന് പരിഹാരം കാണാതെ, അതായത് അത് മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെച്ച് പഴിയാരി രക്ഷപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അത് പക്ഷേ ഇവിടുത്തെ ജനങ്ങൾക്കത് ഗുണകരമല്ലല്ലോ. ജനങ്ങൾക്ക് ഗുണകരമാണെങ്കിൽ ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന സർക്കാരായിരിക്കണം. ഇപ്പൊ ഇവിടെ ജീവിക്കുന്ന ജനതയെ, ഇവിടെ ജീവിക്കുന്ന പ്രദേശവാസികളെ ഇവർ എങ്ങോട്ടാണ് ഇറക്കി വിടാൻ ശ്രമിക്കുന്നത്? ഒന്നും നടപടിയാവില്ല. അത് അവസാനം വരെ പോരാടും മുനമ്പൻ ജനത. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ ഈ മുനമ്പ സമരം ഒരിക്കൽ കൂടി സജീവമാക്കുകയാണ് മുനമ്പംകാര്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു സമരത്തിൽ ഇനി ശക്തമായിട്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനം തന്നെയാണോ? തീർച്ചയായിട്ടും. കാരണം എന്താണ്? തീർച്ചയായിട്ടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നിപ്പോൾ ഇവിടെ ഞാനിവിടെ നിന്ന് ഒരു 4 കിലോമീറ്റർ ദൂരെ ആണ് താമസിക്കുന്നത്. ഞാനിവിടെ വന്നത്, ഇവിടെ ഇന്ന് സ്കൂൾ കുട്ടികൾക്ക് കുറച്ച് ബാഗ്, കുട ഇതൊക്കെ വിതരണം ചെയ്ത് ഇവിടെ ഈ മുനമ്പം ഈ സമരമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഒരു സംഘടനയുടെ നേതൃത്വത്തിലാണ് അത് നടന്നത്. അപ്പോൾ അതിനനുബന്ധിച്ചാണ് ഇവിടെ വന്നിരുന്നത്. ഈ സമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ജീവന്മരണ പോരാട്ടമാണ്. ഇത് തീർച്ചയായിട്ടും ഇവിടെ താമസിക്കുന്ന വർഷങ്ങളായി, തലമുറകളായിട്ട് താമസിക്കുന്ന ജനങ്ങളുടെ സ്വത്തുക്കൾ, അവരുടെ റവന്യൂ ഇത് നഷ്ടപ്പെട്ടു പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും സഹിക്കില്ലത്. ആ തലമുറ തന്നെ, അടുത്ത തലമുറ എവിടെ ജീവിക്കും എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഇവർ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട്
ഇതിന് എതിരായിട്ട് ഒരു വിഭാഗം വേറെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ അതല്ല, ഈ ശരിയായ രീതിയിലുള്ള പ്രവർത്തനം, ചിട്ടയോടുകൂടിയുള്ള പ്രവർത്തനം ശ്രീമാൻ ഫിലിപ്പിന്റെ നേതൃത്വത്തിൽ ഈ സംഘടന നടന്നുകൊണ്ടിരിക്കും. ഇന്നും സമരം മറ്റേ വേറൊരു ഇത് ഈ സംഘടന ആദ്യം ഒന്നിച്ചു നിന്നിരുന്ന സംഘടനയാണ്. അഭിപ്രായ വ്യത്യാസം വന്ന് ഇതിൽ നിന്ന് ഒരു വിഭാഗം മാറി, എന്തോ തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിൽ മാറി. അതിനുശേഷം അവര് സമര രംഗത്തില്ല. പക്ഷെ അവര് സമരരംഗത്തില്ലാതെ വന്നിട്ടും ഈ സമരം നിരന്തരമായിട്ട് ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഫിലിപ്പ് നേതൃത്വം കൊടുക്കുന്ന ഈ സംഘടന അതിൻ്റെ പ്രവർത്തനങ്ങളും അതിൻ്റെ സമരപരിപാടികളുമായിട്ട് ഇന്നും പന്തല് കെട്ടി ഇവിടെ ഇന്നും സമരം ദിവസവും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഈ പോർട്ടൽ ആ വിഷയങ്ങൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി സമരം ശക്തമാക്കാനായിട്ടുള്ള പരിപാടിയാണ്. ഓരോ ദിവസവും സമരത്തിൻ്റെ ആ സ്വഭാവങ്ങൾ മാറ്റി ഇതിന് പരിഹാരമുണ്ടാകുന്നത് വരെ LDF ഗവൺമെന്റിനും UDF ഗവൺമെന്റിനെ കൊണ്ട് ഇതൊരിക്കലും നടക്കില്ല. ഇത് നരേന്ദ്രമോദിജി ഭരിക്കുന്ന ഈ ഗവൺമെന്റിന് മാത്രമേ ഇതിന് പരിഹാരം കാണാൻ കഴിയുള്ളൂ. അത് മനസ്സിലാക്കിയിട്ടാണ് ഇന്ന് ഈ ഫിലിപ്പിന്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം, നല്ലൊരു വിഭാഗം ജനങ്ങൾ, നല്ലൊരു വിഭാഗം പ്രാദേശിക വാസികൾ ഈ സംഘടനയിൽ നിന്ന് ഈ സമരത്തിന് എല്ലാ പിന്നെ സഹായങ്ങളും ചെയ്ത് മുന്നോട്ട് പോകുന്നതിൻ്റെ കാരണം അതാണ്. അവർക്ക് മനസ്സിലായി ഇതിനെക്കുറിച്ച് പഠനം നടത്തി കഴിഞ്ഞാൽ UDF വന്ന് പറയും ഞങ്ങൾ ശരിയാക്കി തരാം, LDF വന്നും പറയും ഞങ്ങൾ ശരിയാക്കി തരാമെന്ന് പറയും. പക്ഷേ ഇത് ശരിയാകണമെന്നുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദി നയിക്കുന്ന ഗവൺമെന്റിനെ കൊണ്ട് മാത്രമേ ഇതിന് പരിഹാരം കാണാൻ കഴിയൂ. അപ്പോൾ തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഇന്ന് ഈ പ്രദേശത്തുള്ള ഭൂരിഭാഗം ജനങ്ങളും ഫിലിപ്പ് നേതൃത്വം കൊടുക്കുന്ന ഈ സംഘടനയുടെ കീഴിൽ നിന്നുകൊണ്ട് ഈ സമരത്തിനെ മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് ഈ സമരത്തിന് എല്ലാവിധ ആശംസകളും ഞാൻ നേരെയാണ്. അത് വിജയത്തിലേക്ക് എത്തും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, ഇപ്പോൾ മുനമ്പ സമരം ഒരിക്കൽ കൂടി ശക്തമാക്കുകയാണ് മുനമ്പങ്കാര്. ഇത്തവണയെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഈ മുനമ്പ സമരം ശക്തമാക്കിയാണ്. പോസിറ്റീവായിട്ടുള്ളത് ഇപ്പൊ UDF സർക്കാരിന് പോസിറ്റീവായിട്ടുള്ളത് ഒന്നും പ്രതീക്ഷിക്കാനില്ല. കാരണം അവർ കയറിയ സമയത്ത് തന്നെ ഒരു പണിയാണ് കൊടുത്തതല്ലേ? പണിയാണ് കൊടുത്തത്, മറ്റേ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് നടക്കണത്. അതിക്ക് മുമ്പ് പറഞ്ഞാൽ കയറിയാൽ 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാന്ന്. അത് 10 മിനിറ്റ് തൊട്ട് 10 ദിവസമായാലും പ്രതീക്ഷിക്കാനില്ല.